മരുമകൻ, മിസ്റ്റർ മരുമകൻ കട്ടപ്പ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഇനി മുതൽ അങ്ങനെയേ വിളിക്കൂ. കയ്യിൽ 4 പുത്തനുള്ളത് കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിലെത്തിയ അൽപ്പൻ. പുള്ളിക്ക് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി വെറും മരുമകനാണത്രേ. റിയാസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പകുതിയുടെ പകുതി പോലും രാഷ്ട്രീയം പറയാനില്ല ഈ രാജീവ് സാറിന്. മുഹമ്മദ് റിയാസ് പെട്ടെന്നൊരു മഴയത്ത് മുളച്ചു പൊന്തിയ രാഷ്ട്രീയക്കാരനല്ല. 1994 BPL രാജീവ് ചന്ദ്രശേഖർ അമ്മായിയപ്പന് കീഴിൽ പണിയെടുക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് SFIയുടെ യൂണിറ്റ് ഭാരവാഹിയാണ്. ബിഗ് ബിയിൽ ബിലാൽ ജോൺ കുരിശിങ്ങൽ പറയുന്നത് പോലെ നീയൊക്കെ അരട്രൗസർ ഇട്ടുകൊണ്ട് അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ റിയാസ് ഈ സീനൊക്കെ വിട്ടതാ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ അംഗം, യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹി, DYFI ജില്ലാ കമ്മിറ്റി അംഗം, DYFIയുടെ സംസ്ഥാന ഭാരവാഹി, അഖിലേന്ത്യാ പ്രസിഡന്റ്, CPM ജില്ലാ കമ്മിറ്റി അംഗം, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, നിയമസഭാ അംഗം, കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി എന്നിങ്ങനെ മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ കരിയർ എടുത്തു വെച്ച് തൂക്കിയാൽ സംഘി രാജീവിന്റെ കുമ്പളങ്ങ പോലത്തെ തടി അങ്ങ് ശൂന്യാകാശത്തെത്തും. ഇനി റിയാസിനെ പരിഹസിക്കുന്ന രാജീവ് സാറിന്റെ പൊളിറ്റിക്കൽ കരിയർ ഒന്ന് ഓടിച്ചു നോക്കാം. BPL സ്ഥാപക ചെയർമാൻ TP ഗോപാലൻ നമ്പ്യാരുടെ മകളുമായുള്ള വിവാഹത്തിന് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലുമൊക്കെ ആകാൻ തുടങ്ങിയത്. അമ്മായിയപ്പന്റെ കരുണയിൽ BPLന്റെ മേപ്പോട്ടേക്ക് എത്തി. മോശം പറയരുതല്ലോ. BPL കയ്യിൽ കിട്ടി 10 വർഷം കൊണ്ട് സ്വന്തം അമ്മായിയപ്പനിട്ട് തന്നെ പണിതു. BPL ടെലികോം കമ്പനിയാണ് രാജീവിനെ ഏൽപ്പിച്ചിരുന്നത്. അമ്മായിയപ്പനെ പറ്റിച്ച് എല്ലാം കൂടി ഒറ്റയടുക്കി വിഴുങ്ങാനായിരുന്നു രാജീവിന്റെ ശ്രമം. ഒടുവിൽ TPG നമ്പ്യാർ മരുമോനെതിരെ നിയമപോരാട്ടത്തിന് വരെ ഇറങ്ങിത്തിരിച്ചു. 2005 തന്റെ കയ്യിലുള്ള BPL മൊബൈൽ ഷെയറുകളെല്ലാം രാജീവ് ചന്ദ്രശേഖർ HSR ഗ്രൂപ്പിനെ 1450 കോടി രൂപയ്ക്ക് വിറ്റു. സൈഡ് വ്യൂവിൽ നോക്കുമ്പോൾ രാജീവ് സാറിന് ഒരു കട്ടപ്പയുടെ ലുക്കുള്ളത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? 2006ലും 2012ലും 2 തവണ രാജ്യസഭ MP ആകുന്നുണ്ട് രാജീവ്. കയ്യിലെ കാശ് കൊണ്ട് MLAമാരെ വിലക്കെടുത്താണ് 2 തവണയും രാജ്യസഭയിലെത്തിയത്. 2018ലാണ് ഇയാൾ കർണാടകയിൽ നിന്നുള്ള BJPയുടെ രാജ്യസഭാംഗമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിൽ രാജീവ് സജീവമായിട്ട് വെറും 8 വർഷമേ ആകുന്നുള്ളൂ. അങ്ങേരാണ് 12ാം വയസ്സിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ രാജ്യത്തിന്റെ തലസ്ഥാനത്തടക്കം മനുഷ്യർക്കായി സമരം ചെയ്ത് ജയിലിൽ കിടന്ന മുഹമ്മദ് റിയാസിനെ മരുമോൻ സ്കെയിലും വെച്ച് അളക്കാൻ വന്നിരിക്കുന്നത്. എന്റെ രാജീവ് സാറേ.